വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഉണ്ണിവാവ വ്ളോഗ്സ്. അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് എവിടേക്ക് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഒറ്റപ്പാലത്തേക്കാണ് കേട്ടോ. ഇപ്പോൾ മഴക്കാലവും കാര്യങ്ങളൊക്കെ അല്ലേ, അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന്. അപ്പം നമ്മൾ ബീനാസ് ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർലറിലേക്കാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ എന്നാലും അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങൾ എന്തൊക്കെ കാണിച്ചു തരാം. സർവീസൊക്കെ എങ്ങനെയുണ്ടെന്നൊക്കെ പറയാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇവിടെ എന്നെ മറ്റേ ഇൻസ്റ്റയിൽ മെൻഷൻ ചെയ്തിരിക്കും, ഞാൻ ഇവിടെ എന്റെ പേഴ്സണൽ ഡ്രൈവറാണെന്നൊക്കെ പറഞ്ഞിട്ട്. സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല. എന്നിട്ട് കുട്ടി കാര്യം പോലെ കാര്യം. വിചാരിച്ചു ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വരാന്ന്. ഓക്കെ, ഇവള് പറയണ ഇൻസ്റ്റയില് ഞാൻ ഇവള് എന്റെ പേഴ്സണൽ ഡ്രൈവർ അണിച്ചിട്ട് ആഫ്റ്റർ ഗെറ്റിംഗ് മൈ ഡ്രൈവിംഗ് ലൈസൻസ്. അതെ അതെ, മോംസ് പേഴ്സണൽ ഡ്രൈവർ. അതെ അതെ, അല്ലാതെ അത് സത്യം തന്നെയാണ് കേട്ടോ. എന്റെ ആവശ്യത്തിന് ഞാൻ എവിടേക്കാ വണ്ടി എടുത്തിട്ടുള്ളത്? എവിടേക്കും എടുത്തിട്ടില്ല. അതെ, എനിക്ക് ഒറ്റയ്ക്കുള്ള ആവശ്യത്തിനല്ല വീട്ടിൽ നിന്ന് വണ്ടി എടുക്കണതേ, ഒരു കുടുംബത്തിക്കാണേ. ഞാനും വെള്ളപ്പൊക്കത്ത് ഒളിച്ചു വന്നൊന്നല്ലേ. അതെ, മമ്മിക്ക് ഷോപ്പിങ്ങിന് മമ്മിക്ക് ഇന്നിപ്പോ എന്താ ആവശ്യമെന്നോ, ഇതൊന്നും എന്താ ആവശ്യം. ഇന്ന് മറ്റിവിടെ പോണം, എവിടെ റോയൽ ഹൈപ്പർ മാർക്കറ്റിലേക്ക് ഒന്ന് പോണം. അവിടുന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നൊക്കെ ഞാൻ എനിക്ക് ഒറ്റയ്ക്ക് വെച്ചങ്ങനെ കഴിക്കാനാണ് കേട്ടോ. എന്താ ഇവിടെ പറയണത്? എന്റെ പറയുമ്പോലെ മറ്റേ കോളേജിൽ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ ഞാൻ വണ്ടി എടുക്കും. എനിക്ക് റെഡി ആയിട്ട് മറ്റേ സ്കൂട്ടിയിൽ തൂങ്ങി പിടിച്ചു. അതെ, RC ഓണർ ആരാ ചോദിക്കൂ? ആരാ RC ഓണർ പറയണോ? എന്റെ ഇടത് ഭാഗത്തുണ്ട് കറുത്ത ഡ്രസ് ഇട്ട്. അതെ അതെ അതെ, ആൾക്കാരൊക്കെ റോഡിന്റെ നടുക്കോടെ നടക്കുക പറയാ. അത് നീ എന്താ കോളേജിൽ തൊട്ട് വരുമ്പോ പറഞ്ഞത്? ശരിയാണ്, നമ്മള് വണ്ടി ഓടിക്കുമ്പോ വിചാരിക്കും നമുക്കാണ് റോഡ് പ്രയോറിറ്റി. അതെ, റോഡ് പ്രയോറിറ്റി നമ്മള് പോയിട്ട് വണ്ടി പോയാ മതി. ഇത് അതെ അതെ, വണ്ടി പ്രയോറിറ്റി റോഡിനാ. അതറിയില്ല. ഒരു ട്രാജഡി. ദിലീപ് ഒരു പാസഞ്ചേഴ്സിന് ഇടയ്ക്കിടയ്ക്ക് ത്രില്ലാണ്. അപ്പൊ നമ്മളുടെ കയറമ്പാറ സിറ്റി എത്തിയിട്ടുണ്ട്. പാതിരിക്കോട് ജംഗ്ഷൻ എന്നൊക്കെ ഞാൻ മമ്മി പറയാ, പോയി മതി. പാട്ടൊക്കെ പാടുവോ? പാട്ട് വെക്കണോ? വേണ്ട, നിങ്ങൾ പാടുവോ ചോദിച്ചോ. ഓൺ വോയിസ് പാട്ട് പാടുവോ ചോദിച്ചതാ. ഒക്കെ പാടും. ഒന്ന് പാട് നോക്കട്ടെ. തലയാണോ മോളിയാണോ? എന്തെങ്കിലും ഒന്ന് പാട്. ഇതാണ് പാട്ട്. നിർത്തിക്കോ, അടുത്ത പാട്. അത് നിനക്ക് അവര് ഇൻഡിക്കേറ്റർ ഉണ്ട്. അതേ ഞാൻ പറയാൻ വന്നു. മറ്റേ ഇതുണ്ടല്ലോ, എന്ത് ലിറിക്സ് ഒക്കെ തെറ്റായിരിക്കും. പക്ഷെ പാട്ട് നല്ല ഹൈ ഇതിലായിരിക്കും. എന്ത് കറക്റ്റ് ലിറിക്സ് തെറ്റായിരിക്കും, പക്ഷെ ഇതൊക്കെ കറക്റ്റ് വോയിസ് ആയിരിക്കും കേട്ടോ. അതേപോലെയുള്ള സെയിം ടോൺ ആയിരിക്കും. അതാണ് ആള് പറഞ്ഞു തരുന്നത്. ഇവളുടെ പാട്ട് ഞാൻ കൊറേ കേട്ടിട്ടുണ്ട് ഗൈസ്. രാത്രിയായാ ഇവൾക്ക് എന്താ പണി അറിയോ? എന്റെ മമ്മിയുടെ അത്ര എന്റെ പാട്ട് വേറെ ആരും ആസ്വദിച്ചു. രാത്രിയായ പണി എന്താ അറിയോ? പാട്ട് പാടുക. അങ്ങനെ കേൾക്കും. എനിക്ക് വാട്സാപ്പില് കണ്ണു അടിച്ചിരുന്നിട്ടാ പാട് കേട്ടോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ, വോയിസ് ഇല്ലേ അങ്ങോട്ട് ഓണാക്കും വാട്സാപ്പിൽ. എന്നിട്ട് അവൾക്ക് തന്നെ അയക്കും. അവൾ എന്നിട്ട് പറയും രാവിലെ ഈ ചതി എന്നോട് വേണ്ടായിരുന്നു. അപ്പൊ അത് കേട്ട എന്റെ അവസ്ഥയോ? രാവിലെ ഞാൻ പേടിക്കേ. അതെ അതെ അതെ, അവളെന്നെ പേടിക്കുള്ളൂ പാട്ട് കേട്ടിട്ട്. എന്തിനാ ഈ മഴക്കാലത്ത് കേസ് കിട്ടണ? കോമഡി ഉണ്ടായിട്ടോ. ഹോൺ അടിച്ചോണ്ടേ വരണം. അപ്പൊ അവള് നിക്ക് ചേട്ടാ ഞാൻ പോട്ടേന്ന്. അത് കഴിഞ്ഞിട്ട് MLA ആണോന്ന് അദ്ദേഹം ഹോൺ അടിച്ചിട്ടേ പോയി. എനിക്കാണ് ഇവിടെ വണ്ടി പോകുന്നില്ല, സൈഡ് കൊടുക്കാനും പറ്റത്തില്ല, എന്ന് പോവും വേണം എന്നുള്ള ഒരു രീതിയിൽ നിക്ക് ചേട്ടാ ഞാൻ പോട്ടേന്ന് പറഞ്ഞപ്പോ ഫ്രണ്ടിക്ക് എത്തിയപ്പോ MLA ബോർഡ്. അപ്പൊ ശരി ചേട്ടാ ഓക്കെ. അപ്പൊ നമ്മൾ എത്താറായിട്ടുണ്ട്. ഇത് കുറെ കാര്യങ്ങൾ ചെയ്യണം. ഞാൻ കുറച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഞാൻ റെയിൻബോ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഒക്കെ ഞാൻ അവിടെ സ്റ്റിച്ച് ചെയ്യായിരുന്നു. അവിടെ നല്ല സ്റ്റിച്ചിങ് ഒക്കെ ആയിരുന്നു. അപ്പൊ ഇപ്പോ ആ ചേട്ടന് അടിച്ചു തരുമോ എന്ന് ചോദിക്കണം. കാരണം ഒത്തിരി നാളെ ഞാൻ കൊണ്ടുകൊടുത്തിട്ട് ഇനിയിപ്പോ പെട്ടെന്ന് ഞാൻ അവിടെ തിരക്കോ ഓണത്തിരക്കൊക്കെ തുടങ്ങിയൊന്നും അറിയില്ല. അപ്പോ നോക്കട്ടെ.
ഓക്കെ ഗൈസ്, അപ്പൊ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ആന്റിയും എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ആന്റിയുടെ ഷോപ്പിന്റെ പേര് ബീനാസ് സാലൂൺ ആൻഡ് മേക്കപ്പ് എന്നാണ്. അപ്പൊ മമ്മി ഉണ്ട്, പക്ഷെ അത് സ്റ്റാർട്ട് ചെയ്യുന്നേ കേട്ടോ. അപ്പൊ ഇപ്പൊ ഇല്ല. ഇവിടെ വന്നാൽ തന്നെ ഒരു കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വന്നാൽ തന്നെ എല്ലാം ഇവിടെ തന്നെ ചെയ്തിട്ട് പോവാം. ബൊട്ടീക്ക് സൂൺ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് മമ്മി ഇന്നിപ്പോ വന്നിരിക്കുന്നത് ഇവിടെ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ചെയ്യാനാണ്. ഒന്നും ചെയ്യില്ല, ഹെയറിലൊന്നും ചെയ്യില്ല. അപ്പൊ ചേച്ചി പറഞ്ഞു നല്ല അടിപൊളി ഹോട്ട് ഓയിൽ മസാജ്, അതെനിക്ക് തലവേദനയ്ക്കൊക്കെ നല്ലതാണല്ലോ. അപ്പൊ ഞാൻ അതൊന്ന് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. ഒറ്റപ്പാലത്ത് റോയൽ ഹൈപ്പർ മാർക്കറ്റിന്റെ നേരെ ഫ്രണ്ടിലാണ് കേട്ടോ വരുന്നത്. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ കാണാൻ പറ്റും. ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കൺഫ്യൂഷൻ കാര്യങ്ങളൊന്നുമില്ല. അതെ, പർച്ചേസും ചെയ്യാം. അത് കഴിഞ്ഞ് നേരെ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് എല്ലാ ഇഷ്ടമുള്ള സർവീസും ചെയ്യാം. ഒത്തിരി ഓഫേഴ്സ് ഇട്ടിട്ടുണ്ട്. സർവീസ് ചെയ്തതിന് ശേഷം അതിന്റെ ജെന്യൂൻ റിവ്യൂവും പറയാം, ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ പറയാം കേട്ടോ. അപ്പൊ ജസ്റ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യട്ടെ. നമ്മുടെ സർവീസ് സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഓഫേഴ്സ് ഒക്കെ വഴിയെ പറയാം. നല്ല സൂപ്പർ എക്സൈറ്റിംഗ് ഓഫേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പൊ എന്തായാലും വഴിയെ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അപ്പൊ മമ്മി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മമ്മി എന്തുവാ ചെയ്യുന്നത്? ഹോട്ട് ഓയിൽ മസാജ്. ഹോട്ട് ഓയിൽ മസാജ്. തലവേദന ഉള്ളത് കൊണ്ട് നല്ലൊരു മസാജ് കൊടുക്കാന്ന് വിചാരിച്ചു. ആന്റി ഇതാണ് കേട്ടോ നമ്മുടെ ബീൻ ആന്റി. ഒരു ഹായ് പറയൂ. നമ്മള് ഓൾറെഡി ഞാൻ ആന്റിയുടെ ഒരു 2-3 വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. മമ്മി ഫസ്റ്റ് ടൈം തോന്നുന്നു അല്ലേ കാണുന്നത്? അല്ല, നമ്മൾ അവിടെ നിബോട്ടിന്റെ അവിടെ അന്ന് കണ്ടില്ലേ വീഡിയോ ചെയ്ത് വിഷസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? എക്സൈറ്റഡ്? അതെ, എനിക്കില്ലേ എന്ത് നമുക്ക് മസാജ്, ഞാൻ കിടന്ന് ഉറങ്ങും. ഈ മസാജ് ഒക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു ടൈമില് മസാജിന്റെ ഒരു ആവശ്യമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര തലവേനയും ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടാണ്. ആൻഡ് അപ്പൊ ചെയ്യാം അല്ലേ? ഇപ്പൊ നമുക്ക് റോളൊന്നുമില്ല, നമ്മളിവിടെ നോക്കി നിന്നാ മതി അല്ലേ? അല്ലേ? ഇവര് ഹോട്ട് ഓയിലിംഗ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട്? എനിക്ക് ഞാൻ ചെയ്ത് കൊടുക്കാന്ന് വിചാരിച്ചു. നമുക്ക് സ്റ്റാഫൊക്കെ ഉണ്ട്. ചേച്ചി എന്താ അറിയോ, ചേച്ചി നന്നായിട്ട് മസാജ് ചെയ്യുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും മസാജ് ഒന്ന് കിട്ടാൻ ചേച്ചി തന്നെ പിടിച്ചു നിർത്തി ഞാൻ അങ്ങോട്ട്. അതെ, അപ്പൊ ഈ ഹോട്ട് ഓയിൽ മസാജ് എന്തിനാ ആന്റി ചെയ്യുന്നത്? ഹോട്ട് ഓയിൽ മുടി കൊഴിച്ചിൽ തടയാം, പിന്നെ നല്ല റിലാക്സ്. അതിന്റെ മസാജ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല റിലാക്സേഷൻ ആണ്, നല്ലൊരു റീഫ്രഷ് മൂഡാണ്. പിന്നെ എല്ലാത്തിനും, അതായത് മുടി വളർച്ചയ്ക്ക്, നമുക്ക് നല്ലൊരു ബോഡി റിലാക്സേഷൻ, ഒരു പ്രത്യേക നമ്മൾ ഭയങ്കര ഡള്ളായിട്ട് ഇരിക്കുക വെച്ചാല് ഒരു പ്രത്യേക ഒരു ഉണർവ് ഉണ്ടാവും മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. അതിനൊക്കെ വേണ്ടിയാണ് നമ്മള് ഹോട്ട് ഓയിൽ ചെയ്യുന്നത്. മമ്മി എനിക്ക് എല്ലാം ഞാൻ മറന്നുപോയി. താരൻ, മുടി കൊഴിച്ചില്, മുടി വളർച്ച. മമ്മിക്ക് കറക്റ്റ് ആയിട്ട് ഒരു ബെസ്റ്റ് ടൈം ആണല്ലേ? കാരണം ഇപ്പൊ മമ്മി കുറെ എക്സോസ്റ്റഡ് ആയിട്ട് ഇരിക്കുകയായിരുന്നു. മസാജ് ഒക്കെ നല്ലതാണ് ഹോട്ട് ഓയിൽ മസാജ്. എനിക്കിപ്പില്ലേ ഇതേപോലെ തന്നെയാണ് സ്പാ കേട്ടോ. പക്ഷെ ചിലവര് ഇത് ഹോട്ട് ഓയിൽ ആയിട്ടാ ചെയ്യാ, ചിലവര് സ്പാ. സ്റ്റീം ഒക്കെ കിട്ടുമ്പോഴേ. പിന്നെ മമ്മി എനിക്ക് ചെറുപ്പത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് ഹോട്ട് ഓയില്. മമ്മി ഇടയ്ക്ക് എനിക്ക് ചെയ്തു തരാറുണ്ട്. എല്ലാം പരീക്ഷിക്കും അങ്ങനെ ഹോം റെമഡി ഒക്കെ. പിന്നെ എനിക്കിപ്പോ ഒരു 1 വീക്ക് ആയിട്ട് ഹെയർ ഫോൾ ഉണ്ട് കേട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. തൈറോയ്ഡ് കൂടിയിട്ടാണോ എന്താന്ന് അറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ട്രീറ്റ്മെന്റ് ആണ്. തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് എന്നാലും ഹെയർ ഫോൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ 1 വീക്ക് ആയിട്ട് നല്ലതായിട്ട് ഒരു പ്രശ്നം. അപ്പൊ ഞങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു ഇത് തോന്നി. നോക്കട്ടെ ഞാൻ ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് ഞാൻ പറയാം കേട്ടോ. അതെ, ഇനി മസാജ് ചെയ്യുമ്പോ മസാജ് ഒന്ന് ഹാപ്പി ഹാപ്പി. നനയ്ക്കുമ്പോ വലിയ നനയുമ്പോ ഒരു ഇതുണ്ടായില്ല. പക്ഷെ നല്ല മസാജ് കിട്ടുന്ന അവർക്കുമ്പോ ഒരു സുഖം. ഓക്കെ ഓക്കെ, എന്തായാലും നടക്കട്ടെ. മമ്മി മസാജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇയാള് മിണ്ടില്ല കേട്ടോ, ഇയാള് നിദ്രയിലോട്ടാണെന്നൊക്കെ. അല്ല, ആന്റി കാണുമ്പോ, ആന്റി ചെയ്യണ കാണുമ്പോ എനിക്ക് ഇവിടെ ഉറക്കം വരുന്നു. തമ്പോ സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ? ഇത് എന്നെ കൊതിപ്പിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് പോവാണ്. ഞാൻ ഒരു ദിവസം വരാട്ടെ ആന്റി. അമ്മ എന്തായാലും ഇതിന്റെ ഫീഡ്ബാക്ക് പറയട്ടെ. എല്ലാവർക്കും വെൽക്കം അല്ലേ? ആന്റി ഇവിടുത്തെ ഒരു ആംബിയൻസ് ആണ് ഗൈസ്. നല്ല ഇപ്പൊ ആന്റി പറഞ്ഞു, എനിക്കും അതെ കേട്ടോ. കേറി വന്നപ്പോ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടുത്തെ ഒരു ആംബിയൻസ്. ഇവിടുത്തെ കസ്റ്റമേഴ്സിന് കൂടുതൽ ഇഷ്ടം അതാണ് അല്ലേ? നല്ലൊരു നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് ഇന്ന് ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ പക്ഷെ നമുക്ക് കോപ്പിറൈറ്റ് വരും. അതുകൊണ്ട് നല്ല റിലാക്സ്ഡ് ആയിട്ട് വന്ന് ചെയ്യാൻ പറ്റിയ ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അതെ, എന്തായാലും സ്റ്റാർട്ട് ചെയ്തോളൂ.
സ്റ്റാർട്ട് ചെയ്തു മമ്മി. അടിപൊളി. എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഇവിടെ ഇരിക്കാൻ തോന്നുന്നു വെച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് ഉറക്കം വരിക ഇത് കാണുമ്പോൾ. നല്ല സുഖമുണ്ടല്ലേ. ഇനി ഞങ്ങൾ മിണ്ടില്ല എന്നൊക്കെ. ഇങ്ങനെ കഴുത്തിന്റെ അവിടേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അത് എനിക്ക് ഇവിടെയാണ് തലവേദനയൊക്കെ വരുമ്പോൾ ഒരു പെയിൻ വരാറ്. അതൊക്കെ ഇങ്ങനെ ഒരു അത്രയൊരു റിലാക്സ് ആയിട്ട് നല്ലൊരു സുഖം. അയ്യോ എന്ത് സുഖം. എനിക്ക് അവിടെയൊക്കെ ഇങ്ങനെ തൊടുമ്പോൾ ഇങ്ങനെ ഒരു വേദനയാട്ടോ. പക്ഷെ അത് മസാജ് ചെയ്യുമ്പോൾ അത്ര ഒരു കണ്ണൊന്നും ഓപ്പൺ ആയിട്ട് തുറക്കാൻ പോലും പറ്റുന്നില്ല. അത്ര ഒരു എന്താ പറയാ ഉണ്ണി, സത്യം പറയണ ഉണ്ണി, എല്ലാരും ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്യട്ടോ. കാരണം ഈ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫിൽ നമുക്ക് ചെയ്തിട്ടില്ല. ഞാൻ ഒരു വട്ടം ഫോട്ടോയിൽ ചെയ്തിട്ടുണ്ട്. അതെ, നമ്മളുടെ എല്ലാവരുടെയും ഇതേപോലെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫിൽ ഇങ്ങനെ കുറച്ചൊന്ന് റിലാക്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യണത് നല്ലതാണ്. ആൻഡ് ഒറ്റപ്പാലം ലൊക്കാലിറ്റിയിലുള്ളവരൊക്കെ ഒന്ന് വന്ന് റിലാക്സ് ചെയ്യാം അല്ലേ. അതെ, റോയലിൽ വന്ന് സാധനം വാങ്ങുക, അവിടെ ഒന്ന് റിലാക്സ് ചെയ്യാം. അതെ, റോയലിൽ വന്ന് സ്ട്രെസ് ബില്ലൊക്കെ കണ്ടിട്ട് സ്ട്രെസ് ആയിട്ട് ഇങ്ങോട്ട് വരിക, എന്നിട്ട് ഇവിടെ വന്നിട്ട് റിലാക്സ് ചെയ്യുക. കർക്കിടക മാസത്തിലേ ഒരു ഉളിച്ചല് വലിയ വലിയ നല്ലതാ. അതുപോലെ തന്നെ നമ്മൾ ഈ സ്മൂത്തനിങ് ഇതുള്ള ട്രീറ്റ്മെന്റുകളുണ്ടല്ലോ, അത് ഈ റെയിൻ സീസണിൽ ചെയ്താൽ നല്ലതാണ്, ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ഈ 3 ദിവസമൊക്കെ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇടല്ലോ ഹെയറിൽ, അപ്പൊ ലോങ് ലാസ്റ്റ് ചെയ്യാൻ നല്ലത് അതൊക്കെ. അതുപോലെ ഇങ്ങനത്തെ ട്രീറ്റ്മെന്റും മസാജിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മമ്മി ഒരു അക്ഷരം വെട്ടുന്നില്ല കുറച്ച് നേരമായിട്ട്. ചിരിക്ക്. നമുക്ക് അവിടെയൊക്കെ വേദനയായിരുന്നു. കാരണം നമുക്ക് തലവേദന ഉള്ളതുകൊണ്ട് ഇവിടെയൊക്കെ അമർത്തുമ്പോൾ നല്ല പെയിനാണ്. പക്ഷെ അതൊക്കെ ഒരു റിലാക്സ് ആവും പറയും. പക്ഷെ ഉണ്ണിക്കാണ് പറയും മസാജ് ഇങ്ങനെ ഇഷ്ടം. ആൾക്ക് ഇങ്ങനെ തലയിലൊന്ന് തൊട്ടാൽ മതി അവള് പറയും. ആളപ്പോ മസാജൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കേണ്ട സുന്ദരി കുട്ടി. നല്ല സുഖം അതല്ലേ. കാരണം ഐ മീൻ ആന്റി തല മാത്രമല്ല മസാജ് ചെയ്യണം, അവിടെ നല്ല ഹാഫ് ബോഡി ലെഗ് ചെയ്തിട്ടില്ലല്ലോ, ഹാഫ് ബോഡി. പെഡിക്യൂർ വരുമ്പോ വരുമല്ലോ മസാജ്. ആ ഓക്കെ ഓക്കെ. ഇപ്പോഴും എന്നെ ഇങ്ങനെ ഓരോ ഷൂട്ടിനെ കൊണ്ടിട്ട് അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ ഓരോരോ കൊണ്ടിട്ട് മമ്മീനെ പോസ്റ്റ് ആക്കി നിർത്തലാണ് ഞാൻ പതിവ്. പക്ഷെ ഇത് മമ്മി എന്നെ പോസ്റ്റ് ആക്കി എത്തിയിരിക്കുക. അപ്പൊ ഓക്കെ, മമ്മിയുടെ മസാജിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിപ്പോ സ്റ്റീമിങ്ങിന് ഇരിക്കുകയാണ് അല്ലേ. അത് നല്ല കോമഡി. ചിരിക്കണോ? ഓക്കെ, എന്തായാലും റിലാക്സ് ചെയ്യട്ടെ മമ്മി. ബൈ ബൈ ബൈ. ഞാനുണ്ട്. അപ്പൊ നല്ല സ്റ്റീമൊക്കെ ഇട്ട് വെച്ചേക്കുവാണ്. ഇനി മുടി വാഷ് ചെയ്യണം. പക്ഷെ എനിക്ക് തലയ്ക്കൊക്കെ നല്ലൊരു സുഖം. കാരണം നീർക്കെട്ട് പോലെ എപ്പോഴും എനിക്ക് എപ്പോഴും ഒരു വേദന, കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന പോലെ ഒരു ഫീല്. മറ്റേത് എനിക്ക് എന്നും കണ്ണിങ്ങനെ ഒരു അടഞ്ഞ പോലെ ഇവിടെ ഒരു വേദന കിട്ടി നിൽക്കും എനിക്ക് എപ്പോഴും കേട്ടോ. ഇപ്പൊ അതൊക്കെ ഒരു കറക്റ്റായിട്ട് ഞാൻ കറക്റ്റ് ജെന്യൂൻ റിപ്ലൈ ആണ് ഞാൻ പറയുന്നത്. ഇവിടെയൊക്കെ എനിക്കൊരു സുഖം, ഭയങ്കരമായിട്ടൊരു സുഖം. പിന്നെ എണ്ണയൊക്കെ ഇട്ടതുകൊണ്ട് ഇങ്ങനെ നല്ലൊരു ഇത്. പിന്നെ നന്നായി മസാജ് ഇവിടെ ഞരമ്പൊക്കെ എടുത്ത് മസാജൊക്കെ ചെയ്തുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് റിലീഫ് ഉണ്ട് കേട്ടോ. കാരണം എനിക്ക് എപ്പോഴും തലവേദന ഉള്ളതുകൊണ്ട് എൻ്റെ ഇവിടെയൊക്കെ എപ്പോഴും വേദനയാണ്. പിന്നെ ഇനി വാഷ് ചെയ്തിട്ട് പറയും. ഇത് കറക്റ്റ് ആയിട്ടാ പറയണത്, ഞാൻ വെറുതെ അങ്ങനെ പറയുന്നല്ല. ഓക്കെ, മമ്മിയുടെ വാഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഡ്രൈ ചെയ്തെടുക്കണം അല്ലേ. മമ്മിയുടെ ഹോട്ട് ഓയിൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഇപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഹെയർ ഉള്ളത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഫുള്ള് ഉണക്കിയിട്ടില്ല കേട്ടോ, ആ മമ്മിക്ക്. പിന്നെ ആന്റി ഇതിവിടെ ഞാൻ അടുത്തത് നമ്മളുടെ എന്തുവാണ് പെഡിക്യൂറോ മാനിക്യൂറോ ആണ് കേട്ടോ. പിന്നെ ആന്റി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസ് ഒക്കെ ഓരോ ആൾക്കാർ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ വാഷ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. നമ്മള് ഈവൻ ടർക്കി പോലും അല്ലേ, ടർക്കി പോലും നമ്മൾ യൂസ് ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കാണുന്ന ഒരു പ്രൊസീജിയറാണ്. എനിക്ക് അതിന് സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് അവർ യൂസ് ചെയ്യാന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ കണ്ണിൽ നേരിൽ കാണുന്നത്. ഇനി ഞാൻ പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ആൻഡ് വാക്സ്
ഇത് ചെയ്യാം. ഇത് 3 ചെയ്യുന്നുണ്ടോ? ആ ആഹാ. ഇതിലിരിക്കണോ? ആ, ഇത് കേറി, അങ്ങനെ കേറി. ഇത് കാല വൃത്തിയാക്കണം കേട്ടോ. ഒരു തല തന്നെ ഇങ്ങനെ മസാജ് ഒക്കെ ചെയ്തപ്പോ ഒരു ഫ്രഷ് ഒരു ഇത് ഈ കാല് നമുക്ക് പാദസര കഴിച്ചാലോ? അറമ്മി എന്താ പറഞ്ഞു ആ കരടൊക്കെ കഴിഞ്ഞപ്പോ തന്നെ ഒരു സുഖം. ഈ കൈയും കാലൊക്കെ വൃത്തിയാകുമ്പോ നമുക്കൊരു ഇതല്ലേ. മഴക്കാലൊക്കെ ആകുമ്പോ നമ്മൾക്ക് ഒത്തിരി ഇങ്ങനെ നഖത്തിൽ കുഴിനകം വരാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക, ഇടയ്ക്കൊക്കെ ഒന്ന് വൃത്തിയാക്കണം. നമ്മുടെ വീട്ടിലുണ്ട് ഇതൊക്കെ വൃത്തിയാക്കുന്നത്. പക്ഷെ എങ്കിലും ഇവിടെ വന്നിട്ട് ആ മസാജും കാര്യങ്ങളും അവർ വൃത്തിയാക്കലും അതൊരു വേറെ തന്നെയാണ് കേട്ടോ. പിന്നെ കൈയൊക്കെ ഒന്ന് ഇടയ്ക്ക് ഞാൻ വാക്സ് ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഫേസിലൊന്നും ചെയ്യില്ല, മുടിയിലൊന്നും ചെയ്യില്ല, പക്ഷെ കൈയും കാലൊക്കെ ഞാൻ വൃത്തിയാക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് നല്ല രസമുണ്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട്. പാവം പോസ്റ്റ് അടിച്ചിട്ട് മതിയായിട്ടോ. ഇപ്പൊ മനസ്സിലായി മമ്മി ഉണ്ണിയുടെ കൂടെ വരുമ്പോ മമ്മി ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന വെറുതെ പാവക്കുട്ടി വരാത്തേ. ഇങ്ങനെ ഇരിക്കാൻ ആർക്കാ വയ്ക്കുക? അതെ, പാവക്കുട്ടീനെ കൊണ്ട് ഇരിക്കണോണ്ടൊന്നും കുഴപ്പമില്ല. നമുക്ക് വേറെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്നുണ്ടാവുമ്പോ നമുക്ക് ഇങ്ങനെ അവന് ഡ്രസ്സ് അവിടെ പാവക്കുട്ടി ഇല്ലേ, പാവക്കുട്ടീനെ കൊണ്ടുപോയില്ലേ ചോദിക്കും. പാവക്കുട്ടി വരണ്ടേ, അവൾക്ക് ഇങ്ങനെ വന്നിരിക്കാൻ ഇഷ്ടമില്ല. എന്റെ കാലില് നെയിൽ പോളിഷൊക്കെ കളയാണ്. മമ്മിയുടെ എല്ലാവിധ രണ്ടോ കാലിൽ നെയിൽ പോളിഷൊക്കെ കളയാണ്. നെയിൽ പോളിഷൊക്കെ കളയോ. ഇനി കാല് സുന്ദരിയാവൂലേ. ഞാൻ ഇപ്പോൾ കൈയും കാലൊന്നും കുറച്ച് നാളായിട്ട് ഇങ്ങനെ നോക്കാറില്ല കേട്ടോ. എന്താ വെച്ചാൽ ഈ വെയ്യാത്തപ്പോൾ എനിക്ക് അതൊന്നും ഒരു ഇത് തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഉണ്ണീനെ ഇടയ്ക്ക് വൃത്തിയാക്കിയിരുന്നു. ഇപ്പോൾ ഇവിടെ എന്നെ തേച്ചു വൃത്തിയാക്കാതെ. അവള് മാത്രമാണ് എവിടെ പോയിട്ടാ വൃത്തിയാക്കിയത്? ടോണിൻ്റെ കയ്യിൽ. കൈയും കാര്യം നല്ല ഡ്രൈ ചെയ്ത് കണ്ടോ. ഹെയറൊക്കെ നോക്കിയേ നല്ല അടിപൊളിയായിട്ടില്ലേ. എനിക്ക് തലയ്ക്ക് നല്ലൊരു സുഖട്ടെ. ഇല്ലച്ച എനിക്ക് ഇങ്ങനെ മറ്റു പറയുക ഇല്ലച്ച എനിക്ക് ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് തലയൊക്കെ ഒരു കടച്ചിൽ, കണ്ണിനൊക്കെ ഒരു കടച്ചിൽ വരും. ഈ പൊട്ടി ഞെട്ടതാട്ടോ. ഉണ്ണി പറഞ്ഞ പൊട്ട് അത് മാച്ചാളെ. ഉണ്ണി പറഞ്ഞപ്പോൾ ഞാൻ മാറ്റും. അപ്പോൾ അത് കാരണം തലയ്ക്ക് നല്ലൊരു സുഖമുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ ഓൾറെഡി എനിക്ക് തലവേദന വരും. നമ്മളിപ്പോൾ ഇതിന് മുൻപ് നമ്മൾ ഒരു വീഡിയോ ഉണ്ണി ഏത് ഷാമ്പൂ പ്ലിക്സോ അല്ലല്ലോ പിൽഗ്രിംസ് കൊണ്ടൊരു ഷാമ്പൂവിൻ്റെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അത് കഴിക്കുമ്പോൾ എനിക്ക് തലവേദന ഇല്ല കേട്ടോ. നല്ലൊരു ഷാമ്പൂ. അല്ലാതെ ഏത് ഷാമ്പൂ തേച്ചാലും എനിക്ക് തലവേദന വരും. തേച്ച് കഴിയുമ്പോൾ തന്നെ കണ്ണിങ്ങനെ നീർന്ന പോലെ ഉണ്ടാവും. പക്ഷെ ഇപ്പം നനച്ചപ്പോഴും എനിക്കില്ല. കാരണം നന്നായി അത്യാവശ്യം നല്ല ഷാമ്പൂ ഇട്ടിട്ടുണ്ട്. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ 2 കാലിൽ നെയിൽ പോളിഷ് തുടച്ചെടുത്തിട്ടാണ് ഇവർ ക്ലീൻ ചെയ്യുന്നത്. വെള്ളമൊക്കെ കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാലിൽ വേറൊരു സംഭവം കൂടെ ഉണ്ടായിരുന്നു, ഒരു കറുത്തത്. അത് ഇവർ അഴിച്ചു വെച്ചു. പാദസരം അഴിക്കാൻ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, അതിന് കൊക്കിയൊക്കെ നമ്മൾ മുറുക്കിയിട്ടേക്കുമല്ലേ, പിന്നെ അത് അഴിക്കേണ്ടെന്ന് പറഞ്ഞു. പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ ടേബിൾ വന്നു. ചോറ് അപ്പോൾ ഓക്കെ, പെഡിക്യൂർ ആൻഡ് മാനിക്യൂർ സെറ്റ് ആയി. എന്താ നീരാടുക? എന്താ അതെ. പിന്നെ ഇവര് യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് എല്ലാം പ്രീമിയം പ്രൊഡക്ട്സ് ആണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യണത് എല്ലാം. ഷാമ്പൂ ഒക്കെ അത് നല്ല പ്രീമിയം സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞത് പിന്നെ നമ്മുടെ ആൻറ്റി എന്താ ഗൾഫിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഗൾഫിൽ കൊടുക്കുന്ന സർവീസാണ് നമ്മൾ ഇവിടെയും കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാം അടിപൊളി ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സും പ്രീമിയം പ്രൊഡക്ട്സാണ് ഇവിടെ യൂസ് ചെയ്യണത്. അവിടുത്തെ ഒരു സർവീസാണ് നമ്മൾ ഇവിടെയും അവൈലബിൾ ആയിട്ടുള്ളത്. സോ അടിപൊളിയായിട്ടില്ലേ? അടുത്തുള്ളവർക്ക് എന്തായാലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കാരണം നല്ല എന്താ പറയാ, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പൊ തലയുടെ ഒരു മസാജ് ഒക്കെ ഇല്ലേ. അപ്പൊ നമ്മളിപ്പോ വേറെ എവിടെയെങ്കിലൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് മാത്രം ഇട്ടിട്ട് ഹെയർ വാഷ് ചെയ്യും. പക്ഷെ ഇത് അങ്ങനെയല്ല കേട്ടോ. നല്ല അടിപൊളി മസാജ് കഴിഞ്ഞ് ഭയങ്കര റിലീഫ് ആയിട്ടുണ്ട്. എന്നിട്ട് പാൻറ് ആയിട്ട് പോയി. അപ്പോൾ നല്ലൊരു റിലീഫാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ കണ്ണൊക്കെ ഇങ്ങനെ തുറന്ന പോലെ ഉണ്ട്. ഇല്ല ചില കണ്ണ് എന്നും ഇങ്ങനെ അടഞ്ഞ പോലെ എനിക്കൊരു ഫീൽ. കാരണം അവിടെയൊക്കെ ഒരു വേദന കെട്ടി നിൽക്കുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ആ വേദനയൊക്കെ ഇങ്ങനെ നല്ല ഓയിലൊക്കെ ആയിട്ട് ഇതായപ്പോൾ എനിക്കൊരു സുഖം തോന്നുന്നു. നല്ലൊരു മസാജ് കിട്ടിയപ്പോഴേ. ഞാൻ എന്തിനും കർക്കിടക മാസം 1-ാം തീയതിയാണ്. 1-ാം തീയതിന് നല്ലൊരു ബോഡി മസാജ് കിട്ടിയൊരു ഫീൽ ഉണ്ട്. നല്ലൊരു ഇതുണ്ട് കേട്ടോ.
ഇവരൊക്കെ നല്ല റോസ് ഫ്ലവർ ഒക്കെ ഇട്ട് റോസ് പെറ്റൽസ് ഒക്കെ ഇട്ടിട്ടാണ്. ഒറിജിനൽ ഫ്ലവർ ആണ് ഗൈസ്. അതെ അതെ നല്ല സുഖമുണ്ട്. നല്ല ചൂട്, നല്ല തണുപ്പല്ലേ പുറത്ത്. ഇപ്പൊ ലൈറ്റ് ചൂടായിട്ട് നല്ല ഉണ്ണി അത് വേറെ ക്യാമറയിൽ എടുക്കത്തില്ല, പറ്റില്ല, അത് പറയാൻ പറ്റില്ല, സാധാ ക്യാമറ. അപ്പൊ ഇപ്പൊ ചേച്ചി യൂസ് ചെയ്യുന്നത് ഗൾഫിൽ മാത്രം കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആട്ടോ. കാരണം നല്ല അടിപൊളിയാണ്. അത് ഇവിടെ ഒന്നും കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ലാസ്റ്റ് റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നീൽസിലെ ഡേർട്ടൊക്കെ നല്ല രീതിയിൽ റിമൂവ് ആയി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ നമ്മള് സർവീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ജ്യൂസ് ഒക്കെ ഉണ്ട്. കുറെ സമയത്തായി ക്ഷീണിച്ചിരിക്കുന്നവർക്ക് ജ്യൂസ് ഒക്കെ കൊടുക്കൂട്ടാ. അതെ, സത്യത്തില് ഇവിടെ ഇരുന്ന് മസാജും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മമ്മിയാണ് ഇപ്പൊ ക്ഷീണിച്ചിരിക്കുന്നത് അല്ലേ? അപ്പൊ ഓക്കെ, ജ്യൂസ് ഒക്കെ കുടിക്കേ. നഖമൊക്കെ ഇല്ലേ നല്ല വൈറ്റ് കളറാക്കി. ഞാൻ നേരത്തെ ഒരു ഷോർട്സിൽ അതിന്റെ ഡിഫറൻസ് കാണിച്ചായിരുന്നു. നല്ല ഡിഫറൻസ് എന്ന് വെച്ചാൽ ക്ലീൻ ചെയ്യാത്തതും ക്ലീൻ ചെയ്തതും വെച്ച് നോക്കുമ്പോ നല്ല ഡിഫറൻസ്. നെയിലൊക്കെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഉണ്ടോ അങ്ങനെ ഓൺ പ്രോസസ്സിലാണ്. അപ്പൊ എന്തായാലും പിന്നെ കയ്യില് നെയിൽ പോളിഷ് ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ക്ലീൻ ചെയ്ത് മാനിക്യൂർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പെഡിക്യൂർ ഓൺ ദ പ്രോസസ്സാണ് ഗൈസ്. സുന്ദരിയായിട്ടപ്പോ വരുന്നേ. എന്താ കൃഷ്ണേട്ടനോട് ചോദിച്ചു ചെക്കനും കൂടി സെറ്റ് ആക്കി കഴിഞ്ഞാ നമുക്ക് സൂൺലി മാരേജ് ചെയ്താലോ? വേണ്ടല്ലേ? അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ശരി. അപ്പൊ നല്ല മസാജാണ്. എനിക്ക് കാലിലെ വേദന ഉണ്ട്, അതും കൂടി മാറും കേട്ടോ. അത്രയ്ക്ക് എനിക്ക് എഫക്റ്റീവായിട്ടാണ് തോന്നിയത്. കാരണം എനിക്ക് പൊതുവെ വേദനകളുള്ളത് കൊണ്ടേ നല്ല ഒരു സുഖമുണ്ട്. എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു? ഇല്ല, ഇനിയുണ്ടോ? അതെയോ? അപ്പൊ ചേച്ചി പറയണ കഴിഞ്ഞിട്ടില്ല എന്നാണ്. അപ്പൊ കുറെ നേരമായിട്ട് ഓരോന്നും ചെയ്യണ്ടായിരുന്നു. അപ്പൊ ഇനി ഉണ്ടെന്നാ പറയണ ആള്. അപ്പൊ പിന്നെ ഒന്നും കൂടി നല്ല അടിപൊളിയാവും. ഇത്രയും സമയം ഇഷ്ടമില്ലാത്തവർക്ക് എക്സ്പ്രസ് പിടിക്കർ ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. അതെ അല്ലേ? ഈ സമയം എന്തായാലും ഇഷ്ടമില്ലാന്ന് വിചാരിക്കില്ല. കാരണം നമ്മളെ കൈ കാല് അല്ലച്ച തലയിലൊക്കെ ഇങ്ങനെ മസാജ് ഒക്കെ നമുക്ക് കിട്ടുമ്പോ നമ്മൾ എന്തായാലും വേണ്ടെന്ന് പറയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇനി പെട്ടെന്ന് ഇനിയിപ്പൊ അത് വേണ്ട, ഞങ്ങൾക്ക് പെട്ടെന്ന് തീർത്ത് പോകണം എന്നുള്ളവർക്കുള്ളതും ഉണ്ടെന്നാ ചേച്ചി പറയണേ. അപ്പോൾ 2 തരത്തിലുള്ളതും ഉണ്ട്. സമയമുള്ളവർക്ക് ഇങ്ങനെ ലാവിഷായിട്ട് വന്ന് മസാജൊക്കെ ചെയ്ത് ഇതുപോലെ സമയം എടുത്ത് ചെയ്യുമ്പോൾ ഒന്നും കൂടി വൃത്തി ഉണ്ടാവും. എൻ്റെ വിരലിലൊക്കെ അപാര മാറ്റാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുമ്പോൾ അറിയില്ല, പക്ഷെ നല്ല മാറ്റമുണ്ട്, നല്ല കളറായിട്ടുണ്ട്. ഞാൻ കുറച്ച് നാളായിട്ടുണ്ടായിരുന്നു വൃത്തിയാക്കിയിട്ടും. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഷൈൻ. അപ്പൊ നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നെയിൽ ഷൈനിങ് ആണ് കേട്ടോ. അപ്പൊ നെയിൽ പോളിഷ് ഇടാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് എന്താന്ന് വെച്ചാൽ നെയിൽ പോളിഷ് ഇടേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ നെയിൽസ് നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ട് ഇരിക്കും കേട്ടോ. ഞാൻ നേരത്തെ ഡിഫറൻസ് കാണിച്ചു തരണം എന്ന് വിചാരിച്ചു, പക്ഷെ അത് ഞാൻ വിട്ടുപോയി. നല്ല കണ്ടോ, നെയിൽ പോളിഷോ ഗ്ലിറ്ററിങ്ങോ ഗ്ലിസറിനോ ഒന്നും മമ്മി ഇട്ടിട്ടില്ല. എന്നിട്ടും കണ്ടോ നല്ല രീതിയിൽ നെയിൽസ് ഷൈനിങ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. മസാജറും കൂടെ ഉണ്ട് കണ്ടോ. ഇവിടെ നിന്നൊക്കെ ഒരു മിനിറ്റ് കണ്ടോ, ഇവിടെ റോൾ ആവുന്നുണ്ടോ. അതേപോലെ അവിടം തൊട്ട് ഇവിടം വരെ മസാജർ ഉണ്ട്. അപ്പൊ പെഡിക്യൂർ മാനിക്യൂർ ചെയ്യുമ്പോൾ മസാജറും കൂടി ഓൺ ആക്കി നല്ലൊരു റിലാക്സേഷൻ. എങ്ങനെയുണ്ട്? റിലാക്സിങ് ആയിട്ടുണ്ടോ? റിലാക്സിങ് ആയിട്ടുണ്ടോ? അടിപൊളിയായിട്ടില്ലേ? ഫുള്ള് ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇതുപോലെ ഞാനൊരു ഇത് ചെയ്തിട്ടില്ലേ. നമ്മള് എൻ്റെ ഇട്ട് വലിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അല്ലേ, എന്താ പറയാ, എന്തത് പെഡിക്യൂർ അല്ലേ, ഇതുപോലെ ഫസ്റ്റ് ടൈം ആട്ടോ ചെയ്യുന്നത്. നല്ലൊരു ഇതുണ്ട്. എന്തായാലും ഫുൾ ബോഡി മസാജ് കഴിഞ്ഞ പോലത്തെ ഒരു ഫീൽ ഉണ്ടല്ലേ ഇപ്പൊ? അല്ല, ഫുൾ ബോഡി ആയി. തല കഴിഞ്ഞു, കൈ മസാജ് ചെയ്തു, ബോഡി ആയി. അപ്പൊ ഇത് ലാസ്റ്റ് പ്രൊസീജിയർ ആണ് അല്ലേ ചേച്ചി? നല്ല മട്ടിപൊളി മസാജ് ഒക്കെയാണ്. നന്നായിട്ട് ഉറങ്ങും. നോക്കിയേ, വിരലൊക്കെ നോക്കിയേ എന്ത് ഭംഗിയാന്ന്. സോറി ചവിട്ടി എടുത്തോട്ട് അറിയിക്കാമേ. 2 കാലം കൂടെ വ്യത്യാസം നോക്കിയില്ലേ?
ഞാൻ പെഡിക്യൂറൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇതുപോലൊരു പെഡിക്യൂർ ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. ഞാനത് ചുമ്മാ പറയുന്നതല്ല, ഞാനത് ജെന്യൂനായിട്ട് പറയുന്നതാണ്. ഇവിടെ ഇപ്പുറത്ത് മസാജും ഉണ്ട് കേട്ടോ. അതുണ്ടോ, കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതുണ്ടോ, ഇത് ഇങ്ങനെ ഓരോങ്ങനെ മുഴ പോലെ അങ്ങോട്ട് ഉരുട്ടിയിട്ട് നമ്മുടെ ഇവിടെ കഴുത്തിൻ്റെ തൊട്ട് താഴെ ഇങ്ങനെ ഈ ഹിപ്പ് വരുന്നുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. നമ്മളിപ്പോൾ കർക്കിടക മാസമൊക്കെ അല്ലേ, കർക്കിടക മാസത്തിലൊക്കെ ഇതുപോലെയൊക്കെ ചെയ്യുന്നതൊക്കെ നല്ലതാണ്. നമ്മളിങ്ങനെ ഉഴിച്ചൽ കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ ഇങ്ങനെ, അതൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ദിവസം ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ വന്ന് പെട്ടു. എന്തായാലും കൈയും കാലും എനിക്ക് എപ്പോഴും വൃത്തിയിലിരിക്കണം. അതുകൊണ്ട് എനിക്ക് ഉണ്ണിയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ ഇതുപോലെയൊക്കെ ചെയ്തു തരും. അപ്പോൾ ഉണ്ണിയും കുറച്ചായിട്ട് ബിസിയൊക്കെ ആയപ്പോൾ ഞാനങ്ങനെ ശ്രദ്ധിക്കേണ്ടായിരുന്നില്ല. പക്ഷേ ഇനി നമ്മളിത് ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് ചെയ്യും. ഇതൊരു അഡിക്ഷൻ പോലെ നമ്മളെ വൃത്തിയായിട്ട് കാണുമ്പോൾ ഒന്ന് നമ്മളിങ്ങനെ വീണ്ടും വരും കേട്ടോ. കാരണം ഇവരുടെ സർവീസും കാര്യങ്ങളൊക്കെ പൊളിയാണ്. ഞാൻ ഫസ്റ്റ് ടൈം അങ്ങോട്ട് വരുന്ന വെച്ചാലും പൊളിയാട്ടോ. അത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന വേണം. അതായത് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവേണ്ടതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നത്, ഞാൻ വരുമ്പോൾ നമ്മുടെ കൈയും കാലൊക്കെ വൃത്തിയൊക്കെ ഉണ്ടാവുമെങ്കിലും പക്ഷെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ള വൃത്തി അത് വേറൊരിതാണ്. പിന്നെ നമ്മളെ ഒരു റിലാക്സ്, അതിപ്പോൾ നോക്കിയേ തല നോക്കി നിൽക്കണിപ്പോഴും എനിക്കില്ലെങ്കിൽ സമയമൊക്കെ ആകുമ്പോഴത്തേനും തലവേദനയുടെ ഷാമ്പൂ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ ഒരു തലവേദന വരും. ഹോട്ട് ഓയിൽ ട്രീറ്റ്മെൻ്റ് ആട്ടോ ഞാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഓക്കെ, ഞാൻ വീട്ടിൽ നിന്ന് എണ്ണ കൊണ്ടുവരികയാണ് ചെയ്തത്. കാരണം ഞാൻ തലവേദനയുടെ എണ്ണ മാത്രമേ യൂസ് ചെയ്യുള്ളൂ. പക്ഷെ ഇവിടെ ഇവർ ഹോട്ട് ചെയ്തിട്ടാണ് ഇതാക്കിയിട്ട് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് എങ്ങനെ വേണിച്ചാലും അവർ നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യും. ഇപ്പോൾ ഒരു എണ്ണേനെ യൂസ് ചെയ്യുള്ളൂ, വേറെ എണ്ണ ഉപയോഗിക്കില്ല തലയിൽ നിന്ന്, അങ്ങനെയുള്ളൊരിതൊന്നും വേണ്ട. നമ്മൾക്ക് ഇല്ല ചേച്ചി കൊണ്ടുവന്നൂടെ, വീട്ടിൽ നിന്ന് കാണിച്ചാൽ നമ്മൾ ഏത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് കൊണ്ടുവന്നാൽ മതി കേട്ടോ. അവരത് ശരി. എന്തോ അതെയോ, ഇവിടെ താരനുള്ള ട്രീറ്റ്മെന്റ്, മുടി കൊഴിച്ചിലിനുള്ളത്, അതിനുള്ള ഓയിലും മുടി കൊഴിച്ചിലിനുള്ള മറ്റേ ടോണിക്ക്, അതുപോലെ ജെല്ല്, അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് ഇത്ര കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. അത് നമ്മളെ ഒറ്റപ്പാലത്ത് തന്നെയാണ്, നമ്മളെ റോയലില്ലേ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റാണ് കേട്ടോ. അവിടെ ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ട്, അതിൻ്റെ തൊട്ട് തന്നെയാണ്. നമ്മുടെ അടുത്തുള്ളവരൊക്കെ എന്തായാലും വരിക. പിന്നെ ഒരു നല്ല ഓഫർ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തായാലും ഒന്ന് വന്ന് ഓണത്തിൻ്റെയൊക്കെ മുൻപൊക്കെ എല്ലാവരും വന്ന് സർവീസൊക്കെ ചെയ്യുക. അടിപൊളിയാണ്. ഉണ്ണിക്ക് മടിയായിട്ട് ഇരുന്നിട്ട്, കാരണം കുറേ നേരയിൽ വന്നിട്ട്. അപ്പോൾ കാലത്തേക്ക് കഴിഞ്ഞിട്ട് കയ്യിലോട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട്, ഇത് ലാസ്റ്റ് ഒരു പ്രൊസീജിയറാട്ടോ. ഇത് നന്നായിട്ട് മസാജ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് നമ്മളുടെ ഒരു റിലാക്സാണ്. ഓക്കെ, പക്ഷെ നമ്മൾ വന്നിട്ട് കുറേ നേരമായെങ്കിലും അടിപൊളിയായിട്ട് എല്ലാ സർവീസും നല്ല സമയം എടുത്താണ് കേട്ടോ ചെയ്യുന്നത്. ഇനി പെട്ടെന്ന് വേണ്ടവർക്കുള്ള പെട്ടെന്നുള്ള സർവീസും ഉണ്ട് കേട്ടോ. നമുക്ക് ഇനിയിപ്പോൾ സമയമില്ല, പെട്ടെന്ന് പോകണമെന്ന് വെച്ചാൽ അങ്ങനെയുള്ളതും ഉണ്ട്. ഇല്ലേ ചേച്ചി? ഓക്കെ, നഖം നോക്കി എന്ത് രസമാണ്, നല്ല വൃത്തിയാണ്. ഇപ്പോൾ നെയിൽ പോളിഷൊന്നും ഇതിലിടാൻ തോന്നുന്നില്ല, അത്രയും വെറുതെ നെയിൽ പോളിഷ് ഇട്ട് ഇട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചു, അതുകൊണ്ട് ഇടുന്നില്ല കേട്ടോ. അല്ല, ഞാനിപ്പോൾ മുടിയൊക്കെ വരച്ചു ഇതിടാം. അപ്പം നമ്മളിനി വാക്സ് ചെയ്യണം കേട്ടോ. അപ്പം ചേച്ചി എന്തൊക്കെയോ അടിക്കുന്നുണ്ട്, സ്പ്രേ ചെയ്യുന്നുണ്ട്. വേദന കുറയാനൊക്കെ വേദന ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ. വാക്സ് ചെയ്യണം കേട്ടോ. അലോവേര വാക്സ് ആണ് കേട്ടോ. ഓക്കെ, സ്കിന്ന് നോക്കിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ്ടത് അടുത്തത് വാക്സ് ഒക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊരു ഓയിലാട്ടോ. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാന്ന് ചേച്ചി പറയണേ. എന്താ ചേച്ചി ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ഉണ്ടാവും കുറേ നാള്. അതെ, പിന്നെ ഇതൊക്കെ പോവാനും കൂടിയാണ്. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അറബീസൊക്കെ ഉപയോഗിക്കുന്ന ഒരു മൊറോക്കൺ ഓയിൽ എന്ന് പറയും. അതെ അല്ലേ? ഓക്കെ, എന്തായാലും അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് ആണ്. അതെ. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞു കേട്ടോ. ലാസ്റ്റ് പ്രൊസീജിയറാണേ. ഒക്കെ അടിപൊളിയായി. എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ട് കുറേ നേരം ഇരുന്നാലും ഇതിങ്ങനെ തേക്കുമ്പോഴത്തേന്നെ ഇങ്ങനെ സ്മൂത്ത് ആയിരുന്നു കേട്ടോ എൻ്റെ തണ്ട കൈയൊക്കെ. ഹലോ, അപ്പൊ നമ്മളെ സർവീസ് എല്ലാം കഴിഞ്ഞു. പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിൻ, ഹോട്ട് ഓയിൽ മസാജ് ചെയ്തു. പിന്നെ എന്താ ചെയ്തേ, നെയിൽസ് എല്ലാം നല്ല അടിപൊളിയാക്കി.
പിന്നെന്താ ചെയ്തേ? അത് തന്നെ പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിങ്, ഹോട്ട് ഓയിൽ മസാജ്. പിന്നെ നെയിലൊക്കെ നല്ല സ്മൂത്ത്. നമ്മുടെ കൈ കണ്ടാ തന്നെ, കൈ ഇങ്ങനെ ഒന്ന് വെച്ചേ, നിക്ക് ഫോക്കസ്. വാവ്, പിന്നെ ഇതിലേക്ക് ഒരു ഓയിലൊക്കെ തേച്ചേക്കും കേട്ടോ, നല്ല. അതുകൊണ്ട് നമ്മൾ ഒന്ന് ഇതാവും, പിന്നെ ഇനിയാണ് അത് സെറ്റ് ആവുക. അങ്ങനെയല്ല, കളറൊന്നും കൂടി. പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നല്ല നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് കേട്ടോ. കാരണം തലയൊക്കെ ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ, എനിക്കിപ്പോഴും ഉറക്കം വരുന്നുണ്ട്. എന്താ വെച്ചാൽ എന്തൊക്കെയോ ഒരു റിലീഫ്. ഞാൻ വീണ്ടും പറയുകയാണ്, എനിക്ക് നല്ല ബോഡിയൊക്കെ ഒരു നല്ലൊരു സുഖം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ ഒക്കെ ആളിതാ ഒന്ന് കാണിച്ചു. ഹായ് പറയൂ. ഹായ്. അപ്പോ നമ്മുടെ ഒറ്റപ്പാലത്ത് റോയൽ ഹൈപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ സലൂൺ വരുന്നത്. ബീനാസ് സലൂൺ ആൻഡ് മേക്കപ്പ് ആണ് സലൂണിന്റെ പേര്. അപ്പൊ എല്ലാവരും നമ്മുടെ ഒറ്റപ്പാലത്ത് ഈ ഒരു ലൊക്കാലിറ്റിയിലുള്ളവരെല്ലാവരും വന്ന് വിസിറ്റ് ചെയ്ത് നോക്കാം. നല്ല അടിപൊളി സർവീസ് ആണ്. ആൻഡ് ഇവിടെ വന്നാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമല്ലോ, നല്ല സൂപ്പർ ആംബിയൻസ് ആണ് കേട്ടോ. അപ്പൊ എല്ലാവരും ഒരിക്കലെങ്കിലും വന്ന് വിസിറ്റ് ചെയ്ത് നോക്കി. ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഫേവറേറ്റ് ആയിട്ട് നിങ്ങൾ പിന്നെയും വന്നോളും. അപ്പോൾ ഒരിക്കലത്തെ കാര്യം മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. സോ പിന്നെ ഇവിടെ എക്സൈറ്റിംഗ് ഓഫേഴ്സും ഉണ്ട് കേട്ടോ. അതിനെ പറ്റിയിട്ട് നമ്മൾ ത്രെഡ് ചെയ്യുന്നതെല്ലാം വേദന ഇല്ലാണ്ടൊക്കെ ത്രെഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞു. പിന്നെ വാക്സ് ചെയ്യുമ്പോഴും എനിക്ക് അത്ര വേദന ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരുപാട് വേദന എനിക്ക് ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആന്റി ഗൾഫില് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അവിടുത്തെ ഒരു സർവീസ് ആണ് ഇവിടെ യൂസ് ചെയ്യണതും. മിക്കതും ഇവിടെ യൂസ് നല്ല പ്രീമിയം ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആണ് ഇവിടെ യൂസ് ചെയ്യണത് കേട്ടോ. ഇവിടെ കിട്ടാത്ത പ്രൊഡക്റ്റ് ഒക്കെ വെച്ചിട്ട് ശരിയാട്ടോ. ഞാൻ 1-2 പ്രൊഡക്റ്റ് കണ്ടിരുന്നു. അത് നമ്മള് വേറൊരിടത്ത് ഞാൻ കണ്ടിട്ടില്ല. അതൊക്കെ ശരി തന്നെയാണ്. അപ്പൊ എന്തായാലും ഇവിടെ ഓഫർ കാര്യങ്ങളൊക്കെ ഉണ്ട്, പറഞ്ഞോളൂ. പിന്നെ ഇവരുടെ ഫുള്ള് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് നമ്പർ കോൺടാക്ട് ചെയ്യേണ്ട ഡീറ്റെയിൽസും ഒക്കെ കൊടുക്കാം. എന്തെങ്കിലും ഡൗട്ടോ എൻക്വയറീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആന്റീനെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ബ്രൈഡൽ വർക്ക് ഇപ്പൊ എത്ര ദൂരം അണിച്ചാലും കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കൊടുക്കൂട്ടോ. ബ്രൈഡൽ എന്നുവെച്ചാൽ ഓൾ ഓവർ കേരള സർവീസ് അവൈലബിൾ ആണ്. അതല്ല ഇപ്പൊ കേരളത്തിൽ ആൻഡ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലാസ് മേക്കപ്പ് ലുക്ക്, എയർ ബ്രഷ് മേക്കപ്പ് ലുക്ക്, അങ്ങനെ എല്ലാവിധ മേക്കപ്പ് ടൈപ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാവുന്നതാണ്. ആൻഡ് ഓൾ കേരള സർവീസ് അവൈലബിൾ ആണ് കേട്ടോ. കണ്ട ഇതാണ് ഇവിടുത്തെ അതിന് സ്വഭാവം. വീഡിയോക്ക് മാറ്റും, ഡ്രസ്സും ശരിയാക്കും. പിന്നെ എനിക്കിവിടെ വന്നപ്പോ ഓണാണോ? ഇപ്പൊ എനിക്കിവിടെ വന്നപ്പോ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓഫർ തോന്നിയത് എന്താന്ന് വെച്ചാൽ ബ്രൈഡൽ മേക്കപ്പിനാണ് കേട്ടോ. ഇപ്പൊ നിങ്ങള് ഇപ്പൊ ഇനി വരുന്ന അപ്കമിങ് ബ്രൈഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫേഷ്യൽ, സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ ആൻഡ് വാക്സിങ്, ഇതിൽ ഏതെങ്കിലും 3 സർവീസസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ 3 സർവീസസിൽ നിങ്ങൾക്ക് 3 സർവീസസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അത് ഇപ്പൊ തന്നെ ബുക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ ചെയ്തു തരാം. എന്തായാലും നമ്മൾ കല്യാണത്തിന് മുന്നേ ഇതൊക്കെ എന്തായാലും പൈസ കൊടുത്ത് ചെയ്യും. പക്ഷെ ഇപ്പൊ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഫ്രീ സർവീസ് കിട്ടുന്നതായിരിക്കും. ആൻഡ് ഇത് മാത്രമല്ല, ഇപ്പൊ ഇവിടെ നടക്കുന്ന ഓഫർ എന്താന്ന് വെച്ചാൽ 40 റുപ്പീസിന് ത്രെഡിങ്ങും, അതേപോലെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സെയിം റേറ്റിനുള്ള 2 സർവീസസ് ചെയ്യുകയാണെങ്കിൽ ഒരു സർവീസ് നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അതെ, ഫ്രീ എല്ലാം. അതെ, എല്ലാം ഫ്രീ. ഓഫേഴ്സിന്റെ പൊടി പൂരാണ് ഗൈസ്. അപ്പൊ എല്ലാരും ഇങ്ങോട്ട് വന്ന് ഓണമൊക്കെ അല്ലേ വരാൻ പോണേ. എല്ലാവരും നല്ല സുന്ദരികൾ, നമ്മുടെ ഉണ്ണിയെ പോലെ ഒന്ന് എല്ലാവരും ഒന്ന് സുന്ദരി പോലെ വരുന്നുണ്ട് ഒരു ദിവസം. ഓക്കെ ആന്റി, ആന്റി സെറ്റ് ആക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ആന്റി നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ നമ്മൾ എന്ത് ഹെയറിന് ചെയ്താലും എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു റെയിനി സീസൺ അല്ല, അപ്പൊ ഇപ്പൊ എന്ത് ഹെയറിന് ചെയ്താലും അത് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ആന്റി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവിധ ഹെയർ ട്രീറ്റ്മെന്റ് ലൈക്ക് ബോട്ടോക്സ്, കെരാറ്റിൻ, അതേപോലെ ഹെയർ കളറിങ്, ഹൈലൈറ്റിങ്ങിനൊക്കെ അടിപൊളി ഓഫേഴ്സ് അതിനോട് പ്രമാണിച്ച് ഇവിടെ ഉണ്ട്. അപ്പൊ അതും എല്ലാവരും വിസിറ്റ് ചെയ്ത് നോക്കുക. ഇപ്പൊ ഇങ്ങോട്ട് വന്ന എല്ലാം ഓഫേഴ്സിന്റെ പൊടി പൂരാണ് ഗൈസ്. അപ്പൊ എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യാം. ഇത് മാത്രല്ല കേട്ടോ, അപ്പൊ ഉണ്ണീനെ വെച്ചിട്ട് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. അതെന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും, കമ്മിങ് സൂൺ ആണ്. അതിനുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗായിട്ട് ഇടുന്നതായിരിക്കും. അപ്പൊ എല്ലാരും എന്ത് കുട്ടിയാണ്. കാരണം അവള് നന്നായി എന്താ പറയാ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലൊരു ഹിന്ദി മോഡൽ. അപ്പൊ എന്നോട് പറയുന്നത് അവള് സാധാ ബ്രൈഡലൊന്നും ആക്കരുത് എന്റെ കുട്ടികള്. അപ്പൊ എല്ലാവരും എന്റെ കുട്ടികളൊക്കെ എന്നോട് പറയുന്നത് ഇവിടെ ഒരു ഹിന്ദി സ്റ്റൈലിൽ ആക്കണം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അല്ല, നമുക്ക് ഏതാ നോക്കാം നമുക്ക്. കാരണം ബ്രൈഡ്സ് നമ്മുടെ നാട്ടുകാർക്ക് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ആവുക വെച്ചാൽ അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്ക് അടിപൊളിയാക്കാം. ഈ ഒരു മാസം ഇപ്പൊ എല്ലാ ബ്രൈഡ്സും എന്ത് ചെയ്യായിരിക്കും ഇങ്ങനെ അടുത്ത മാസമല്ല അമ്മേ കല്യാണം കൂടുതൽ നടക്കാം. അപ്പൊ ഈ ഒരു മാസം എല്ലാരും ഇങ്ങനെ സെർച്ച് ചെയ്തോണ്ടിരിക്കാനും വിച്ച് വൺ ഈസ് ദ ബെസ്റ്റ് എന്നുള്ളത് നോക്കിയിട്ട് നടക്കുമായിരിക്കും. അപ്പൊ ഞാൻ പറയും
ഇവിടെ എല്ലാരും വിസിറ്റ് ചെയ്ത് നോക്കുക. നമ്മുടെ ഒറ്റപ്പാലത്ത് പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ഓൾ ഓവർ നമ്മുടെ കേരള അവൈലബിൾ ആണ്. ആൻഡ് എല്ലാരും വിസിറ്റ് ചെയ്ത് നോക്കുക. എനിക്ക് ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, മമ്മിയും സാറ്റിസ്ഫൈഡ് ആണ്. ആൻഡ് ഇനി എന്റെ മേക്കപ്പ് ലുക്കും കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒന്നും കൂടെ തീരുമാനിക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. ഞങ്ങൾ വീട്ടിലേക്ക് തെറിക്കട്ടെ. ഞങ്ങൾക്ക് ഇനി റോയൽ ഹൈപ്പർ മാർക്കറ്റ് ഫ്രണ്ട് തന്നെയാണ്, അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ട്. പിന്നെ ഞാൻ വേറൊരു സ്ഥലത്തേക്കും കൂടി പോകണമെന്ന് വിചാരിച്ചാണ്, അത് നടന്നില്ല കേട്ടോ, കാരണം ഇവിടെ കുറച്ച് സമയമായി. പിന്നെ എനിക്ക് ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാണ്ടായിരുന്നു, അതിനും പോകാൻ വേണ്ടി പറ്റിയില്ല. ഇപ്പം തന്നെ 7:30-8 മണിയൊക്കെ ആയിട്ടുണ്ട്. എൻ്റെ വാവക്കുട്ടിയോട് ഒറ്റയ്ക്കല്ലേ, അപ്പം നമ്മൾ വേഗം വീട്ടിലേക്ക് പോട്ടെ. നമ്മൾ റോയലിൽ കയറിയാൽ തന്നെ ഇനിയിപ്പോൾ സമയം, പിന്നെ വേറെ എവിടെ പോകാനുള്ള സമയമില്ല. ഓക്കെ, ഞാൻ ഇതുവരെ വന്നതുകൊണ്ട് റോയലിൽ പോയിട്ടേ പോകുന്നുള്ളൂ. ഇനി ഉണ്ണിയോടൊക്കെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ ഉണ്ണിക്ക് വാലി പറ തല വാങ്ങിച്ചിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെ കയറാം. ബൈ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ടാറ്റ. എൻ്റെ വള കാട്ടിക്കാം അല്ല, എൻ്റെ ഇത് നേരെ കാണിച്ചു കൊടുക്കത്ത് കണ്ട്. ഇത് അവള് പാവല്ല ഇട്ടോട്ടെ, നിങ്ങൾക്ക് വേണോ? അത് നല്ല രസമില്ല ഇത്. ഇതൊക്കെ തോത്തും കാട്ടിങ്ങട്. എൻ്റെ വളവളിട്ടിരിക്കുക, ഇതുണ്ട് എൻ്റെ വള ഇട്ടിക്കുക. മമ്മിയുടെ കൈ പോലെ തന്നെ അത് ഇട്ട് കണ്ടപ്പോൾ ഉണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും ബൈ ചേട്ടാ.